ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. എന്നിട്ട് പോലുമില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. ഇവിടെ KPCC യോഗം 20-ാം തീയതി വെച്ചിട്ടുണ്ട്. അന്ന് തന്നെ UDF യോഗം വെച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളുണ്ട്. ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടി വരുന്ന പ്രപ്പോസൽസ് ഹൈക്കമാൻഡിന് അയച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് പേര് പ്രഖ്യാപിക്കേണ്ടത്. അതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതിലെ വ്യവസ്ഥകൾ പ്രകാരം അല്ല, തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കൊള്ളനാട് പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. സംഘപരിവാർ എപ്പോഴും നടത്തുന്നത് ഭരണഘടനയ്ക്കെതിരായ നീക്കമാണ്. അല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി